കഥാപാത്രത്തിലൂടെ അനശ്വരനാക്കപ്പെടുക എന്നത് ഏതൊരു കലാകാരൻ്റെയും അപൂർവ സൗഭാഗ്യവും പുണ്യവുമാണ്. മലയാളത്തിലെ വടക്കൻ പാട്ട് സിനിമകളിൽ തച്ചോളി ഒതേനനെയും ആരോമൽ ചേകവരെയും ആറ്റിൻമണം മേലെ ഉണ്ണിയാർച്ചയെയും വാഴ്ത്തിപ്പാടിയ പാണനാർ. പാട്ടൊന്നു പാടുന്നേൻ പാണനാര്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്. പാട്ടൊന്നു പാടുന്നേൻ പാണനാര്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്. പാണനാര് മലയാളിയുടെ മനസ്സിൽ മായാതെ കൊത്തിവെച്ച അനുഗ്രഹീത നടൻ SP പിള്ള. ആറ്റും മണം മേലും പുത്തൂരം വീട്ടിലും ആയിരമംഗ കഥകളുണ്ട്. പറ്റിത്തെളിഞ്ഞൊരു ചേകവന്മാരെല്ലാം പടവാളാൽ ചോരപ്പുഴയൊഴുക്കി. നനമുണ്ട് കൊണ്ടല്ലോ ഉണ്ണിയാർച്ച, ചതിയരെ ഒറ്റയ്ക്ക് താഴെ വീഴ്ത്തി. പാട്ടൊന്നു പാടുന്നേൻ പാണനാര്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പൂപ്പൻ്റെ അങ്ങനെ ഒരുപാട് അങ്ങനെ ഓർമ്മകളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലയെന്ന് വേണം പറയാൻ. കാരണം എനിക്ക് ഏകദേശം ഒരു 10 വയസ്സായപ്പം എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി. പിന്നെ കൂടുതലും എനിക്ക് അമ്മ പറഞ്ഞുള്ള ഓർമ്മകളാണ്. എങ്കിലും ആ ഒരു 4 വർഷം എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ എനിക്ക് മധുരിക്കുന്ന കുറേ സ്മരണകൾ നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൂപ്പൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു വീട്ടിൽ. സിനിമയിൽ കാണുന്ന ഒരു കോമഡിയനെ അല്ല വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, വളരെ ദേഷ്യക്കാരനായിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു SP പിള്ളയുടെ മുഖമല്ല ഞങ്ങൾ ചെറുമക്കൾ കണ്ടിരിക്കുന്നത്. കാരണം വളരെ സ്നേഹമുള്ള ചെറുമക്കളോട് മക്കളെക്കാട്ടിലും വളരെയധികം ലാളിച്ചിരിക്കുന്നത് അപ്പൂപ്പൻ ചെറുമക്കളെയാണ്. സത്യത്തിൽ ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ വെറുതെ പറയാമെന്ന്. പക്ഷേ അല്ല, എന്നോട് വളരെ വാത്സല്യമായിരുന്നു ചെറുമക്കളിൽ. കാരണം ഞാൻ ഏറ്റവും വഴക്കാളിയും നിഷേധിയുമായ ഒരു കൊച്ചായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ്റെ മുമ്പിൽ മുമ്പിൽ പോകാൻ പേടിച്ചിരുന്ന അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഞാൻ മുമ്പിൽ പോയി SP പിള്ള, കുപ്പിപ്പിള്ള, സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അപ്പൂപ്പനോട് എന്നോട് വലിയ സ്നേഹമായിരുന്നു. അച്ഛന് ശനിയാഴ്ച വരെ കച്ചേരി കൊണ്ടുപോകാനുള്ള ഉള്ളു സർക്കാരോട് തുടരുത് കേട്ടോ. എന്റെ പൊന്നു മക്കളെ പിന്നെന്താണ് കച്ചേരിന്ന് നേരത്തെ ഇങ്ങ് പോകുന്നത്? മത്സരത്തിന് വേണ്ടിട്ട് ഒരെണ്ണം മതി, ഒന്ന് പോണം. ഞാൻ കുറച്ച് താമസിച്ചേ വരികയുള്ളൂ. നീ അവനെ മടി വെച്ചിട്ട് മോലെ വേണം. സുന്ദരി എവിടെ പോയി? അവള് കുളിക്കാനും നനക്കാൻ ആരിലോട്ട് പോയതാ. മവയിൽ വെള്ളം കോരി വെച്ച് കുളിച്ചാൽ മതി, ഞാൻ അവളോട് പറഞ്ഞിട്ടില്ലേ? അപ്പൂപ്പനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഈ എല്ലാ ഫെസ്റ്റിവൽസ്, ഓണം, വിഷു, അങ്ങനെയുള്ള എല്ലാ ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവം, അങ്ങനെയുള്ള എല്ലാ ഇതിനും മക്കളും ചെറുമക്കളും എല്ലാം എവിടെയാണെങ്കിലും ആ സമയത്ത് വീട്ടിലുണ്ടാവണം എന്ന് വളരെ നിർബന്ധമായിരുന്നു. ഞങ്ങളെല്ലാം പോവുമായിരുന്നു. അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ മുറുക്കാഞ്ചലം കട്ടെടുക്കുക, മുറുക്കുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഇതിനും മുൻപന്തിയിൽ ഞാൻ ഉണ്ടാവും.